പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് രാഖി കൃഷ്ണരാജ്. അപ്പോൾ ദേശീയ തലത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെ നോക്കാം. ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. എന്നാൽ ആ വാഗ്ദാനം നടപ്പിലാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിനാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികാരം ഉള്ളതെന്ന് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഇല്ലാത്ത ഒരു അധികാരം ഉപയോഗിക്കാം എന്നുള്ള വാഗ്ദാനമാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ജനങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ CPIM-ന്റെയും BJP-യുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വലിയ വിമർശനവും മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്. ആ വാർത്ത കാണാം. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് UDF വാഗ്ദാനങ്ങളിലെ പൊള്ളത്തരം വെളിയിലായത്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള രൂപമാറ്റം സംസ്ഥാന സർക്കാർ അംഗീകരിച്ച വർക്ക്ഷോപ്പുകളിലോ സർവീസ് സ്റ്റേഷനുകളിലോ നടത്താം. രൂപമാറ്റം വരുത്തുന്നതിന് മുൻപ് ഫോം 22C വഴി രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ അനുമതി വാങ്ങണം. മാറ്റങ്ങൾ വരുത്തിയ ശേഷം 14 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നതാണ് വ്യവസ്ഥയെന്നും വി. ശിവദാസൻ MP-യുടെ ചോദ്യത്തിന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ രേഖാമൂലം മറുപടി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ UDF വാഗ്ദാനമായ വാഹന മോഡിഫിക്കേഷൻ നിയമപരമായി നിലനിൽക്കാത്തതാണെന്ന് പാർലമെന്റിലെ കേന്ദ്ര സർക്കാർ മറുപടി വ്യക്തമാക്കുന്നതായി ഡോക്ടർ വി. ശിവദാസൻ MP ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങൾക്ക് പൊതുസുരക്ഷയുടെ ഭാഗമായി വാഹനങ്ങളുടെ വേഗപരിധി നിയന്ത്രിക്കാനുള്ള പരിമിത അധികാരം മാത്രമാണ് സെക്ഷൻ 112(2) പ്രകാരം ഉള്ളത്. ഇക്കാര്യം വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് വേളകളിൽ വാഹന മോഡിഫിക്കേഷനുകൾ വ്യാപകമായി അനുവദിക്കുമെന്ന രീതിയിൽ നൽകിയ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ അടിസ്ഥാനമില്ലാത്തതായിരുന്നുവെന്ന് വ്യക്തമാകുന്നതായി ഡോക്ടർ വി. ശിവദാസൻ പറഞ്ഞു. വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച മാനദണ്ഡങ്ങളോ സാങ്കേതിക സ്പെസിഫിക്കേഷനുകളോ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി രൂപീകരിക്കാൻ നിയമപരമായ അധികാരമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ UDF-ന്റെ തനി നിറം പുറത്തായെന്ന വിമർശനം ശക്തമാണ്. യുവാക്കളുടെയും വാഹന ഉടമകളുടെയും വികാരങ്ങളെ മുൻനിർത്തി യാഥാർത്ഥ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകുന്നത് ഉത്തരവാദിത്തമുള്ളവർക്ക് ചേർന്നതല്ല. നിലവിലുള്ള കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാതെ അല്ലെങ്കിൽ കേന്ദ്ര മാനദണ്ഡങ്ങൾ മാറ്റാതെ സംസ്ഥാന സർക്കാരിന് വാഹന മോഡിഫിക്കേഷനിൽ സ്വതന്ത്ര നയം നടപ്പാക്കാൻ കഴിയില്ലെന്നത് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണ് UDF നേതൃത്വം ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ് പാർലമെന്റിലെ മറുപടി. പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യത്തിലൊക്കെ യുവാക്കളോട് എന്തു പറയുമെന്നാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. ജെൻസിയെ കബളിപ്പിക്കലായിരുന്നു വാഹന മോഡിഫിക്കേഷന്റെ കാര്യത്തിലെ UDF വാഗ്ദാനം. ജനം, ഡൽഹി. നമ്മുടെ മെറ്റ മാപ്പ് പറഞ്ഞു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. മെറ്റയുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ IT മന്ത്രാലയത്തിൽ ഇന്നും ഹാജരായും അവരുടെ നിലപാട് വിശദീകരിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മെറ്റ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പാറ്റ കലാപവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വ്യാപകമായി ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. ഈ പല ഉള്ളടക്കങ്ങളും പ്ലാറ്റ്ഫോമിലെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിക്കുന്നതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റ എന്തായാലും നിലവിൽ പ്രതിരോധത്തിലാണ്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അവർ മാപ്പ് പറഞ്ഞെങ്കിലും ആ മാപ്പിൽ കേന്ദ്ര സർക്കാർ തൃപ്തരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പരസ്യദാതാക്കളോ ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരോ പണമടച്ചുള്ള പ്രമോഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക ജനവിഭാഗങ്ങളെയും ഗ്രൂപ്പുകളെയും കൃത്യമായി ലക്ഷ്യമിട്ടു എന്നുള്ള കാര്യം മെറ്റ തുറന്നു സമ്മതിക്കുമ്പോൾ അത് ഏറെ ഗൗരവമുള്ള വിഷയമായി മാറുന്നതും ആ വിഷയത്തിൽ എന്തായാലും മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ IT മന്ത്രാലയം ചോദിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് മെറ്റ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും IT മന്ത്രാലയത്തിൽ തുടരും എന്ന് പറയേണ്ടി വരുന്നത്. കാരണം മെറ്റയെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ നാടിലെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനും ഭരണഘടനയ്ക്കും അതീതരായി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്.
അല്ലെങ്കിൽ അവർക്ക് നിലവിൽ നൽകുന്ന നിയമപരിരക്ഷ റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും മെറ്റയെ സംബന്ധിച്ചിടത്തോളം അവർ IT മന്ത്രാലയത്തിൽ നൽകുന്ന വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നതിന് സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ജന്തർ മന്ദറിൽ നടന്ന പാറ്റ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാറ്റ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് അവരുടെ ഫോറൻസിക് വിഭാഗവും സൈബർ വിഭാഗവും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിൽ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിദേശ ബോട്ട് ശൃംഖലകൾ ഉപയോഗിച്ച് പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുവാൻ ഒരു ശ്രമം നടന്നു. അതും ആസൂത്രിതമായ ശ്രമമാണ് നടന്നിരിക്കുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. അഭിജിത്ത് ദീപ്കയും സംഘവും പ്രതിഷേധമാരംഭിച്ച സമയത്ത് തന്നെ വലിയ തോതിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് അവ സജീവമാക്കി വിവാദ വീഡിയോകൾ, പ്രസ്താവനകൾ, റീലുകൾ തുടങ്ങിയവ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. തുടർന്ന് ആയിരക്കണക്കിന് ബോട്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പോസ്റ്റുകൾക്ക് കൃത്രിമമായി കൂടുതൽ കാഴ്ചക്കാരും ഷെയറുകളും പ്രതികരണങ്ങളും ലഭിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ജൂലൈ 20 മുതൽ 23 വരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ആവർത്തിച്ച് പങ്കുവച്ചതായും ഇത് സ്വാഭാവിക സോഷ്യൽ മീഡിയ പ്രവർത്തനമല്ല, മറിച്ച് ആസൂത്രിതമായി ഡിജിറ്റൽ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നുവെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി മെറ്റ, ഗൂഗിൾ, എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അക്കൗണ്ടുകളുടെ ഉടമസ്ഥാവകാശ വിവരങ്ങൾ, IP അഡ്രസ്സുകൾ, സർവർ ലോഗോകൾ, ലോഗിൻ ചരിത്രം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറണമെന്നാണ് ആവശ്യം. ഈ വിവരങ്ങൾ ലഭിക്കുന്നതോടെ വ്യാജ അക്കൗണ്ടുകൾ നിയന്ത്രിച്ച വ്യക്തികളെയും അതിന് പിന്നിലെ ശൃംഖലയെയും തിരിച്ചറിയാൻ കഴിയും. വ്യാജ അക്കൗണ്ടുകൾ ഇന്ത്യക്കകത്തു നിന്നോ വിദേശത്തു നിന്നോ നിയന്ത്രിച്ചതാണോ, ഏതെങ്കിലും സംഘടനകൾ ഇതിന് പിന്നിലുണ്ടോ, നിരവധി അക്കൗണ്ടുകൾ ഒരേ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും ഫോറൻസിക് പരിശോധനയിലൂടെ ഉടൻ വെളിച്ചത്തു വരും. ജനം, ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പാർലമെന്റാണ്. നമുക്കറിയാം, പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ബഹളമാണ് നടക്കുന്നത്. ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ഒക്കെ പ്രതിപക്ഷം ബഹളം വെച്ച് നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ പലപ്പോഴും ഈ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പോലും ബില്ലുകൾ പാസ്സാക്കുന്നു എന്നുള്ളതും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് FCRA ബില്ല്. ആ ബില്ല് ഇന്നോ നാളെയോ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ ബഹളങ്ങളും ഏറെ ഗൗരവമുള്ളതായി മാറുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സംഘടനകളും പ്രതിപക്ഷവുമൊക്കെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആ വിഷയം വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ബില്ല് അവതരണത്തിന് വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പ്രതിപക്ഷവുമായിട്ട് സർക്കാർ ഈ സഭ സ്തംഭിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്ന വിഷയത്തിലൊക്കെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചകളിലൊക്കെ തന്നെ ഈ പ്രതിപക്ഷമാകട്ടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആ ചർച്ചകളിൽ ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരുന്നതിനുള്ള വിഷയം അതും ഈ പ്രതിപക്ഷ നേതാവ് രാഹുലുമായി നടത്തിയ ചർച്ചയിൽ ഉയർന്നു വന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാകട്ടെ ആ റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് ഉടനെ തന്നെ അത്തരത്തിലുള്ള ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവരുന്നതിനുള്ള നീക്കം ഇല്ല എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അക്കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും FCRA ബില്ല് അവതരണത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു പക്ഷേ രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷത്തിന് വലിയ ഒരു തിരിച്ചടിയായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതിഷേധമുയർത്തുന്ന ബില്ലാണ് FCRA ബില്ല്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ FCRA ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രിയാകും നേതൃത്വം നൽകുക എന്നാണ് ഭരണപക്ഷ ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അതൊരു പക്ഷേ
പ്രതിപക്ഷത്തിന് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുന്നതിനാണ് സാധ്യത. അപ്പോൾ ആ രീതിയിൽ തന്നെ എന്തായാലും ഈ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധങ്ങളോട്, പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളോട് ഒക്കെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള സമീപനം തന്നെയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നടത്തിയ ചർച്ചയിലടക്കം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഡൽഹി കേരള ഹൗസിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇനിയുള്ളത്. അത് നമുക്കറിയാം, ഡൽഹി കേരള ഹൗസ് പലപ്പോഴും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇക്കുറി ഇടം പിടിച്ചിരിക്കുന്നത് നിയമവിഭാഗം മേധാവി ഗ്രാൻസി സിയെ സർക്കാർ അടിയന്തരമായി സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതാണ്. സർക്കാർ ആ ഉത്തരവിൽ തന്നെ, സ്ഥലം മാറ്റ ഉത്തരവിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച, സ്വഭാവ ദൂഷ്യം, അച്ചടക്കമില്ലായ്മ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗ്രാൻസി സിക്കെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി അവരെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് സർക്കാർ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. രാജ്യതലസ്ഥാനത്തെ നിയമ ഏകോപന പ്രവർത്തനങ്ങളും നിയമവകുപ്പിന്റെ വീഴ്ചയും പരിഹരിക്കാൻ അഡീഷണൽ ലോ സെക്രട്ടറി കൂടിയായ ഗ്രാൻസിയുടെ സ്ഥലം മാറ്റം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റ ഉത്തരവിൽ പറയുന്നു. നേരത്തെ തന്നെ ഡെപ്യൂട്ടേഷനിലുള്ള ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ റെസിഡന്റ് കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ചില പരാതികളൊക്കെ ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഉയർന്നു എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും വാർത്തകളിൽ പങ്കുവയ്ക്കാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ആ രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഗ്രാൻസി സിക്ക് തിരുവനന്തപുരത്തേക്ക് സർക്കാർ സ്ഥലമാറ്റം നൽകിയിരിക്കുകയാണ്. ആ ഉത്തരവ് സർക്കാർ നൽകിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ നയപരവും ഭരണപരവുമായ തീരുമാനം. ആ ഉത്തരവിലേക്ക് എന്ത് കാരണങ്ങളാലാണ് സർക്കാർ ആ ഉത്തരവിലേക്ക് എത്തിയതെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മറ്റ് വാർത്തകളിൽ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം ആ ചോദ്യം എന്ന് പറയുന്നത് വാക്കാൽ പരാമർശമാണ്. അത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ചോദ്യം ഇങ്ങനെയാണ്: മദ്രസകളിൽ വന്ദേ മാതരം ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള ഒരു ചോദ്യവും ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വാക്കാൽ പരാമർശമാണ്. മദ്രസകളിൽ വന്ദേ മാതരം നിർബന്ധമാക്കണമെന്നുള്ള പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം, വന്ദേ മാതരം ദേശീയ ഗീതമാക്കുകയും ആ ദേശീയ ഗീതം നിർബന്ധമാക്കുകയും ചെയ്തപ്പോൾ ചില അതിതീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അവർ പറയുന്നത് ഏകദൈവ വിശ്വാസമാണ് തങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വന്ദേ മാതരത്തെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇത്തരത്തിൽ ചില മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ടായത്. അവർക്ക് പിന്തുണയുമായി ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ രംഗത്ത് വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വാക്കാലുള്ള പരാമർശം ഏറെ പ്രസക്തമാകുന്നത്. കാരണം വന്ദേ മാതരം ചൊല്ലിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്നാണ് കോടതി തന്നെ പറയുന്നത്. എന്തായാലും കോടതി ഈ സർക്കാർ ഉത്തരവിന് സ്റ്റേ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നതുമില്ല എന്നുള്ളത് ഈ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കോടതി എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വന്ദേ മാതരത്തെ ചിലരൊക്കെ ഭയക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ട് ബാങ്ക് സംരക്ഷണം തന്നെയാണ്. അപ്പോൾ അത്തരക്കാർക്ക് കൂടിയുള്ള ഒരു മറുപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ വന്ദേ മാതരത്തെ എതിർക്കുന്നവരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്, വന്ദേ മാതരം ആലപിച്ചാൽ, വന്ദേ മാതരത്തെ ബഹുമാനിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന കാര്യം ഇവിടുത്തെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. ജമ്മു കാശ്മീരിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് അവിടെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു. ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയതിൻ്റെ വാർഷികാഘോഷങ്ങളാണ് ജമ്മു കാശ്മീരിൽ നടന്നത്. അവിടെ പലയിടങ്ങളിലും ജനങ്ങൾ തിരങ്ക യാത്ര സംഘടിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. എന്നാൽ
ജമ്മു കാശ്മീരിൽ ഇപ്പോഴും ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന പി ഡി പിയുടെ നേതാവ് മെഹബൂബ മുഫ്തി വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. മെഹബൂബ മുഫ്തിയുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പ്രതിഷേധം അരങ്ങേറി. ആ പ്രതിഷേധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മെഹബൂബ മുഫ്തി ഇങ്ങനെ വാർത്തകളിൽ ഇടം നേടുന്നതിനായി ചില പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസവും മെഹബൂബയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ആ പ്രതിഷേധത്തിൽ മെഹബൂബ ദേശീയ പതാക തലകീഴായി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവാദം. ഒപ്പം തന്നെ മെഹബൂബയ്ക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ചയുണ്ടായത് വലിയ വിമർശനങ്ങൾക്കൊക്കെ കാരണമായിരിക്കുകയാണ്. അപ്പോൾ അത്തരം വിമർശനവും മെഹബൂബയുടെ ഈ ദേശീയ പതാക തലകീഴായി പിടിച്ച സംഭവത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധവുമൊക്കെ ഉയരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ജമ്മു കാശ്മീരിലെ റിയാസിയിൽ നിന്നുണ്ടായ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ ജനങ്ങൾ തിരങ്ക യാത്രയുമായി തെരുവിലിറങ്ങുകയും 600 അടി നീളത്തിലുള്ള പതാകയുമായാണ് അവർ ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തിരങ്ക യാത്ര സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ജനങ്ങൾ സർക്കാരിനൊപ്പമാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തോടാണ് കാശ്മീരി ജനതയുടെ കൂറ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മെഹബൂബ മുഫ്തിയൊക്കെ എത്ര ഈ ഭാരതത്തിനെതിരെ രംഗത്ത് വന്നാലും അവിടുത്തെ ജനങ്ങൾ അവരുടെ ഈ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുന്നതും അവരുടെ നിലപാടും നയങ്ങളും ഒക്കെ തള്ളിക്കളയുകയും ചെയ്യുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അതുമല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും മഴ വലിയ നാശം വിതയ്ക്കുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്ത വരുന്നത് ഉത്തർപ്രദേശിലെ മഹൂലിയിൽ ഒരു വീട് തകർന്നു വീണു 6 പേർ മരിച്ചു എന്നാണ്. അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് 100 വർഷത്തോളം പഴക്കമുള്ള വീടാണ് തകർന്നു വീണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 6 പേർ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ് എന്നുള്ള വിവരമാണ് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെയാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വരുന്നത് അസാമിൽ നിന്നാണ്. അസാമിൽ ഇതുവരെ അസാമിലെ വെള്ളപ്പൊക്കത്തിൽ ഉള്ളവരുടെ മരണസംഖ്യ കഴിഞ്ഞ ദിവസം സർക്കാർ ഔദ്യോഗികമായി അറിയിച്ച കണക്കനുസരിച്ച് മരണസംഖ്യ 95-ൽ എത്തിയിരിക്കുകയാണ്. 14 ജില്ലകളിലായി ഏകദേശം 1,60,000 പേരെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത് എന്നുള്ള കണക്കും ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിടുന്നുണ്ട്. അവിടെ വലിയ നാശനഷ്ടമാണ് ഈ പ്രളയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി JP നദ്ദ അസാമിലെത്തുകയും അസാമിലെ സ്ഥിതിവിശേഷങ്ങൾ സംബന്ധിച്ച് അവിടെയൊക്കെ അദ്ദേഹം ഈ വെള്ളപ്പൊക്ക ബാധിത മേഖലയിൽ സന്ദർശിക്കുകയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായിട്ട് നിലവിലെ സാഹചര്യവും നിലവിലെ സ്ഥിതി സംബന്ധിച്ചുള്ള ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും മഴ വലിയ നാശം വിതയ്ക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നമ്മുടെ പാറ്റ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പാറ്റകൾ അവരുടെ കോർ കമ്മിറ്റിയുടെ യോഗം മഹാരാഷ്ട്രയിൽ അഭിഷേക് ദീപ്കയുടെ വസതിയിൽ ചേരുകയാണ്. 2 ദിവസത്തെ യോഗമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ യോഗം ആരംഭിച്ചത്. ചില വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, പലപ്പോഴും ചില കാര്യങ്ങളോട് അഭിജിത് ദീപ്കയും കൂട്ടരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് അവരുടെ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് നമ്മുടെ ഈ പാറ്റാക്കൂട്ടം ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തായാലും അവരുടെ മഹാരാഷ്ട്രയിൽ നടക്കുന്ന കോർ കമ്മിറ്റി, അതിൽ വക്താക്കളും വോളണ്ടിയർമാരും ഒക്കെയാണ് പങ്കെടുക്കുന്നതിൽ. അതിൽ അവരൊരു തീരുമാനമെടുത്തത് സമ്മർദ്ദ ഗ്രൂപ്പായി തുടരുന്നു, E20 ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും എന്നൊക്കെയാണ് അവരുടെ തീരുമാനം എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായിട്ട് അവരുടെ ഈ കോർ കമ്മിറ്റിക്ക് ശേഷം അവർ എന്തൊക്കെയാണ് അവരുടെ നിലപാടുകൾ, തീരുമാനമെന്ന് അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവർക്കെതിരെ ഉയരുന്ന ഈ മെറ്റയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നു. സാമ്പത്തികമായിട്ട്, അതുമല്ലെങ്കിൽ കാശ് നൽകി സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ഉള്ളടക്കങ്ങൾ പ്രൊമോട്ട് ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങളിൽ CJPയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത്തരത്തിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൃത്യവും സത്യസന്ധവുമായ വിശദീകരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രതീക്ഷയ്ക്ക് മാത്രമേ നമുക്കിപ്പോൾ കഴിയൂ. ഇതുവരെയും അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അവരുടെ
സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഡൽഹി പോലീസ് ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില വിവരശേഖരണങ്ങൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിനുള്ള ചില നീക്കങ്ങളുമായി ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. RSS ആകട്ടെ ഇത്തരത്തിൽ യുവാക്കളുമായും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഒരു പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഇത്തരത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളുമായും യുവാക്കളുമായി RSS സംവദിക്കാറുണ്ട്. 100-ലേറെ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സംവാദ പരിപാടികൾ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുമായി യുവജനങ്ങളുമായി സംവദിക്കുന്നത് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവതാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വഴിതെറ്റിക്കുവാനുള്ള നീക്കങ്ങൾക്ക് RSS തടയിടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് നമ്മുടെ അയൽ രാജ്യവുമായ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടാണ്. ബംഗ്ലാദേശ് ഭരണകൂടം ഭാരതത്തെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം അവർ വെർച്വലായി ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അതിലവർ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകുന്നത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീന അവർ ഭാരതത്തിൽ അഭയം തേടിയതാണ്. അങ്ങനെയുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ഭാരതം അനുമതി നൽകിയതിലാണ് ബംഗ്ലാദേശ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഭാരതവും ബംഗ്ലാദേശുമായുള്ള ബന്ധത്തെ ഈ ഒരു നടപടി ബാധിക്കും എന്നടക്കം ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഭാരതം നൽകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം നേരത്തെയൊക്കെ പലപ്പോഴും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ അത് ഭാരതത്തിനെതിരെയായിരുന്നു. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭയം ചോദിച്ച് വരുന്നവർക്ക് അഭയം നൽകും. അത് ഷേഖ് ഹസീനയായാലും ദലൈലാമയായാലും ബലൂചിസ്ഥാനിൽ നിന്നുള്ള നേതാക്കളായാലും ഒക്കെ ഭാരതം ആ രീതിയിൽ അവരെയൊക്കെ സംരക്ഷിക്കും എന്നതിൽ ബംഗ്ലാദേശിന് യാതൊരു സംശയവും വേണ്ട. എന്തായാലും ബംഗ്ലാദേശിനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇക്കാര്യത്തിലെ മറുപടി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു.